ഹായ്, എല്ലാവർക്കും എസ് പി ട്യൂട്ടോറിയൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാട്ട് ഈസ് C++ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. C++ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് എന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. ലാംഗ്വേജുകളുടെ ആവശ്യവും നമുക്കറിയാം. ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത്. C++ഉം ഒരു ലാംഗ്വേജാണ്. പക്ഷേ ഈ ഒരു C++ൻ്റെ പ്രത്യേകത അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതുപോലെ ജാവാസ്ക്രിപ്റ്റ്, .NET, ഫ്ലട്ടർ, ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ആവശ്യം മെഷീനുമായിട്ട് ഒരു മനുഷ്യന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അല്ലെങ്കിൽ മെഷീനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമുകൾ ഉണ്ടാക്കുക, സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, ആപ്പുകൾ ഉണ്ടാക്കുക, വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക, ഇത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പരിചയപ്പെടാം. C++, ഇൻട്രൊഡക്ഷൻ ടു C++. എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോപ്പുലർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ പ്രോഗ്രാം ഉണ്ടാക്കുന്ന വ്യത്യസ്ത സ്റ്റൈലുകളെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് രീതിയിൽ പ്രോഗ്രാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് C++ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബിയോൺ സ്റ്റോർസ്ട്രപ്പ് 1980കളിൽ അമേരിക്കയിൽ വെച്ച് ഡെവലപ്പ് ചെയ്തതാണ് C++ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ C++ ഒരു ലാംഗ്വേജാണ്. C++ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പക്ഷേ നമുക്ക് ചുറ്റുള്ള ഒരുപാട് ലാംഗ്വേജുകളുമായിട്ട് C++ന് ഒരുപാട് സാമ്യതകളുണ്ട്. നമ്മൾ ആ സാമ്യതകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ടേമുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ C++ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ABCD അതിൻ്റെ ആൽഫബറ്റ്സ് പഠിക്കാറുണ്ട്. C++ലും C++ൻ്റെതായിട്ടുള്ള ആൽഫബറ്റ്സുകളുണ്ട്. അതിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പറയുന്നുണ്ട്. C++ലും ഇംഗ്ലീഷിലും വേർഡ്സുകളുണ്ട്. ഇംഗ്ലീഷിൽ വാക്കുകളുണ്ട്. C++ലുള്ള വേർഡ്സിനെ പറയുന്ന പേരാണ് ടോക്കൺസ്. 5 തരം ടോക്കണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. വേർഡുകൾ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് സെൻറ്റൻസുകൾ കിട്ടുന്നത്. C++ലും സെൻറ്റൻസുകളുണ്ട്. C++ലെ സെൻറ്റൻസിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. ഇപ്പോൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് കഴിഞ്ഞാൽ നമ്മൾ ഡോട്ട് ഉപയോഗിക്കും, മലയാളത്തിൽ ഡോട്ട് ഉപയോഗിക്കും, ഹിന്ദി ആണെങ്കിൽ ഒരു വര വരക്കും. അതുപോലെ തന്നെ C++ലൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം നമ്മൾ സെമി കോളനാണ് ഉപയോഗിക്കുന്നത്. C++ൽ ഒരു ലൈന് കഴിഞ്ഞു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ പാരഗ്രാഫ്സിന് തുല്യമായിട്ടുള്ള പ്രയോഗമാണ് C++ൽ ഫങ്ഷൻസ് എന്നുള്ള ടേമിന് പറയാനുള്ളത്. ചാപ്റ്റേഴ്സിന് തുല്യമായിട്ടുള്ള പ്രയോഗമാണ് പ്രോഗ്രാം. നമ്മൾ റൈറ്റ് എ പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ പ്രോഗ്രാം കുറച്ച് വരികളെ ഉണ്ടാവുള്ളൂ. ശരിക്കുള്ളൊരു വലിയ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന് തുല്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. ഒരുപാട് ചാപ്റ്ററുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഒരു ബുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസുകൾ കൂടിയതായിരിക്കും ഒരു സോഫ്റ്റ്വെയർ. ആയിരക്കണക്കിന് പ്രോഗ്രാമുകൾ ചേർന്നതായിരിക്കും ഒരു വലിയ സോഫ്റ്റ്വെയറുകൾ. ഇത് നമുക്ക് കുറച്ചു പ്രധാനപ്പെട്ട ഓരോ ലാംഗ്വേജിലും നമുക്ക് പ്രധാനപ്പെട്ട വാക്കുകൾ ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിൽ കീബോർഡ് എന്ന് പറയും. അതിനെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ Cin എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത്. Cin എന്ന് പറഞ്ഞാൽ കീബോർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ മോണിറ്റർ എന്ന് പറയും. C++ അതിന് Cout എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ മെമ്മറി എന്ന് പറയും. C++ ലാംഗ്വേജിൽ അതിന് വേരിയബിൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന് പറയുന്നുണ്ട്. C++ൽ അതിനെ സിൻടാക്സ് എന്ന് നമുക്ക് പ്രയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് ടേമുകൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ടേമുകൾ നമുക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ, ഇതിൻ്റെ സിമിലാരിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സിന് തുല്യമാണ് C++ലെ ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് എന്നുള്ള ആ ഒരു ടേമിൻ്റെ മീനിങ്, ക്യാരക്ടർ സെറ്റ് അക്ഷരമാല എന്നാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ക്യാരക്ടർ സെറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. C++ൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുക. എ ക്യാരക്ടർ റെപ്രസെൻറ്റ്സ് എനി ലെറ്റർ, ഡിജിറ്റ് ഓർ എനി അതർ സിമ്പിൾ. ഒരു അക്ഷരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ABCD പോലത്തെ ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 0 1 2 3 പോലെയുള്ള ഡിജിറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമ്പിൾ ആയിരിക്കാം. അതൊക്കെ ക്യാരക്ടർ എന്നുള്ളതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ദ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ എ C++ പ്രോഗ്രാം ഈസ് നോൺ ആസ് ക്യാരക്ടർ സെറ്റ്. C++ൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ക്യാരക്ടർ സെറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ക്യാരക്ടർ സെറ്റിനെ 5 ആയിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്.
ലെറ്റേഴ്സാണ്. അപ്പോൾ C++ൽ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് പുതുതായിട്ട് ഒരു ലാംഗ്വേജ് ആണെന്ന് വിചാരിച്ച് പുതുതായിട്ട് ലെറ്റേഴ്സ് ഒന്നും നിർമ്മിച്ചിട്ടില്ല. ഇംഗ്ലീഷിലെ ലെറ്ററുകൾ തന്നെയാണ് C++ലും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഡിജിറ്റ്സ് ആണ്. നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 0 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും നമുക്ക് C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കാവുന്നതാണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് മൂന്നാമത്തത്. നമ്മുടെ കീബോർഡിലുള്ള എല്ലാ ചിഹ്നങ്ങളും സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. അടുത്തത് വൈറ്റ് സ്പേസസ് ആണ്. വൈറ്റ് സ്പേസസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കീകളും വൈറ്റ് സ്പേസസിനായിട്ടുള്ള വരും. ഇപ്പോൾ നമ്മളൊരു പുതിയ ലൈനിലേക്ക് വരണമെങ്കിൽ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യും, അതാണ് ന്യൂ ലൈൻ. നമ്മൾ വാട്സപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ക്യാരേജ് റിട്ടേൺ എന്നുള്ള ബട്ടണാണ് പ്രസ് ചെയ്യുന്നത്. അതുപോലെ ടാബ് ബട്ടൺ ഉണ്ട് കീബോർഡിൽ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ സ്പേസ് കിട്ടുന്നു. സ്പേസ് ബാർ ഉണ്ട്. ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ എന്നുള്ള നമ്മളെ കീബോർഡിലുള്ള നീളത്തിലുള്ള വലിയ ബട്ടണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വൈറ്റ് സ്പേസ് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ കീകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് വൈറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതർ ക്യാരക്ടേഴ്സാണ് അഞ്ചാമത്തെ സെക്ഷന്. C++ൽ ആസ്കി വാല്യൂ ഉള്ള എല്ലാ ക്യാരക്ടറുകളും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കീബോർഡിലുള്ള ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ചിഹ്നങ്ങൾക്കും ഒരു ആസ്കി വാല്യൂ ഉണ്ടാവും. 0 മുതൽ 255 വരെയുള്ള അക്കങ്ങളാണ് ആസ്കി വാല്യൂ ആയിട്ട് ഉപയോഗിക്കുക. 65 എന്നുള്ള ആസ്കി വാല്യൂക്ക് തുല്യമായിട്ടുള്ള ക്യാരക്ടറാണ് ക്യാപിറ്റൽ A. അപ്പോൾ അതുപോലെ ഓരോ അക്ഷരത്തിനും ഓരോ നമ്പറിനും ഓരോ ചിഹ്നങ്ങൾക്കും കീബോർഡിലുള്ള ഇതിനൊക്കെ ഒരു ആസ്കി വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആസ്കി വാല്യൂ ഉള്ള എല്ലാ അക്ഷരങ്ങളും നമുക്ക് കീബോർഡിൽ ഉപയോഗിക്കാം എന്നാണ്, C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം എന്നാണ് ഈ പറയുന്ന പോയിന്റ്. അപ്പോൾ ഞാനൊരു പ്രോഗ്രാം കാണിച്ചത് ആസ്കി വാല്യൂ കാണാനുള്ളൊരു C++ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കതിൽ ഒരു ആസ്കി വാല്യൂ പറഞ്ഞു കൊടുത്താൽ അതിന് തുല്യമായിട്ടുള്ള ക്യാരക്ടർ നമുക്ക് കാണിച്ചു തരുന്നൊരു പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ പ്രോഗ്രാം. ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 65 എന്നുള്ള നമ്പർ ഇവിടെ പ്രസ് ചെയ്യണം. ആസ്കി വാല്യൂ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ തുല്യമായിട്ടുള്ള ക്യാരക്ടർ ഏതെന്നുള്ളത് കാണിച്ചു തരും. താഴെ നോക്കൂ, ക്യാപിറ്റൽ A. നമുക്ക് ഒന്നുകൂടെ 100 എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. 100 എന്നുള്ള ആസ്കി വാല്യൂവിന് തുല്യമായിട്ടുള്ള അക്ഷരമാണ് സ്മോൾ ലെറ്റർ D. അടുത്തത് ഞാൻ 200 പ്രസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രത്യേക ചിഹ്നം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് കീബോർഡിലൊന്നും കാണാത്തൊരു ചിഹ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചിഹ്നങ്ങളുണ്ട് ആസ്കി വാല്യൂ വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം ചിഹ്നങ്ങളും C++ൽ ഉപയോഗിക്കാം എന്നാണ് ഈ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്.